ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അബു എബ്രഹാമിന്റെ ജന്മശതാബ്ദിയാണ്. അദ്ദേഹം ജനിച്ചത് 1924 ജൂൺ മാസം 11-ാം തീയതിയാണ്. ആറ്റുപുറത്ത് മാത്യു എബ്രഹാം അബു എന്നറിയപ്പെട്ടു. 40 വർഷങ്ങളിലേറെ ഇന്ത്യയിലും പുറത്തും അദ്ദേഹം കാർട്ടൂൺ വരച്ചു. മഹാനായ ഈ കാർട്ടൂണിസ്റ്റിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കാർട്ടൂണിൻ്റെ ലോകം തന്നെ കണ്ട ഏറ്റവും പ്രഗത്ഭ കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായി മാറിയ അബു എബ്രഹാമിൻ്റെ 300ഓളം ഒറിജിനലുകൾ ജന്മനാടായ കേരളത്തിൽ പ്രദർശിപ്പിച്ചു വരികയാണ്. ഇന്ത്യയിലെ കാർട്ടൂൺ ചരിത്രത്തിലെ തന്നെ ഒരു അപൂർവ സംഭവമാണ് എറണാകുളം ദർബാർ ഹാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ഒറിജിനലുകൾ. ആ പ്രദർശനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അബു എബ്രഹാമിനെക്കുറിച്ചും സംസാരിക്കുവാൻ ഇന്ന് ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ എത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖ കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായ EP ഉണ്ണിയാണ്. ശങ്കേഴ്സ് വീക്കിലിയിലും ഹിന്ദുവിലും സൺഡേ മെയിലിലും ഇക്കണോമിക് ടൈംസിലും കാർട്ടൂണുകൾ വരച്ചിട്ടുള്ള EP ഉണ്ണി ഇപ്പോൾ ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖ കാർട്ടൂൺ ചരിത്രകാരനും കൂടിയാണ്, ഗ്രന്ഥകാരനും ഗ്രാഫിക് നോവലിസ്റ്റും കൂടിയാണ്, ദില്ലി ദാലിയുടെ നിതാന്ത സുഹൃത്തും കൂടിയാണ്. സ്വാഗതം EP ഉണ്ണി അബുവിൻ്റെ ലോകത്തിലേക്ക്. നമസ്കാരം ഗോപാലകൃഷ്ണൻ. അബുവിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസരം തന്നതിന് ഒരു പ്രത്യേക നമസ്കാരം. ദില്ലി ദാലിയിൽ എപ്പോഴും വരാൻ എനിക്ക് ഇഷ്ടമാണ്. അബുവിനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ഒരു കൂടുതൽ ഇഷ്ടമുള്ള ഒരു അവസരമാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ അബു പ്രദർശനത്തിനെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ ആദ്യം തന്നെ വളരെ രസകരമായ ഒരു വാചകമുണ്ട്. ഈ ഡിജിറ്റൽ കാലത്ത് ഇത്രയും ഒറിജിനലുകൾ ഒരുമിച്ച് കാണുവാൻ എവിടെ കഴിയും? പേനയും മഷിയും, മഞ്ഞ പടർന്ന കടലാസിൽ കറുപ്പും വെളുപ്പും, വെള്ള മഷി കൊണ്ടുള്ള തിരുത്തലുകൾ, കടലാമകളെ പോലെ വംശനാശം സംഭവിച്ചിരിക്കുന്നവയുടെ ഈ കാഴ്ച എന്നാണ് ഉണ്ണിമാഷ് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ ഈ കടലാമകളെ? നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പുതിയ തലമുറ ഒരുപക്ഷെ മിസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ വരയ്ക്കുന്നത് പുതിയ തലമുറ മാത്രമല്ല, കഴിഞ്ഞൊരു 10 കൊല്ലമൊക്കെ ആയിട്ടോ അതിലേറെ കാലമായിട്ട് തന്നെ എൻ്റെ കണ്ടംപററി പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഡിജിറ്റലായിട്ട് വരച്ചു തുടങ്ങി, കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ. അതൊരു പത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണല്ലോ കാർട്ടൂൺ. ശുദ്ധ കലയൊന്നും അല്ലാത്തത് കൊണ്ട് ഇത്തരം ടെക്നോളജിയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ആവശ്യമാണ് തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ട്, അതിന് എഡിറ്റോറിയൽ വാല്യൂ ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ന്യൂസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിർത്തി വരയ്ക്കാൻ പറ്റും. അപ്പൊ ഈ ടെക്നോളജിയെ ഞാൻ ഒരു കാലത്തും കുറ്റം പറയുകയല്ല. പക്ഷേ ഈ ഒറിജിനലിന് അതിൻ്റെതായ ചില, പ്രത്യേകിച്ച് ആർക്കൈവൽ കാർട്ടൂൺ, പഴയ കാർട്ടൂണുകൾ നമ്മൾ എടുത്ത് കാണുമ്പോൾ ആണ് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുക. നന്നാട് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെക്നോളജി എങ്കിലും അതങ്ങ് അടിച്ചു പോകും, അച്ചടിച്ച് കാണും, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെബിൽ കാണും. ഒരു ഒറിജിനൽ ആണെങ്കിൽ, പഴയ ഒരു കാർട്ടൂൺ ഒറിജിനൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും അതിൽ വരുത്താതെ അടുത്ത തലമുറയ്ക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും എന്നൊരു ഉറപ്പ് വരുത്താം. അപ്പൊ നാളെ ഒരു ഗവേഷകനോ ഒരു വിദ്യാർത്ഥിയോ പഴയ കാർട്ടൂണുകൾ അബുവിൻ്റെ എടുത്ത് നോക്കിയാൽ അത് അച്ചടിച്ച് കണ്ട അതേ രൂപത്തിലുള്ള, അതിലേറെ മാറ്റുള്ള ഒരു ഒറിജിനലാണെന്ന് മനസ്സിലാവും. എൻ്റെയോ ഡിജിറ്റലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെയോ കാർട്ടൂൺ ഒരു 10 കൊല്ലം കണ്ട് കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ ഇമേജ് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ ഇമേജ് ഫ്ലൂയിഡ് ആണ്, എന്ത് വേണമെങ്കിൽ ചെയ്യാം ഫോട്ടോഷോപ്പിൽ. നമുക്കറിയാമല്ലോ, ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകളൊക്കെ വരുന്നില്ല, ആൾക്കാരുടെ പിന്നിലുള്ള പശ്ചാത്തലം മാറ്റുന്നു. അപ്പൊ അതിന്റെ ഓതന്റിസിറ്റിയാണ് ഒന്നാമത്തെ കാര്യം, അതിന്റെ ജെനുവിൻനെസ്. അത് ഒരു വലിയൊരു പ്രിവിലേജ് ആണ്. അബുവിന്റെ ആ കാലമൊക്കെ നമുക്ക് നേരെ അതേ തരത്തിൽ അന്നനാട് വരച്ച അതേ മൂല്യത്തോടുകൂടി, അതേ അവ്യക്തതയോടുകൂടി, അതേ ഉറപ്പോടുകൂടി. ഒരു കാർട്ടൂണിസ്റ്റിന്റെ കല എപ്പോഴും ടെൻഡറ്റീവാണ്, തീർപ്പ് കൽപ്പിക്കുകയല്ല, ആ മോമെന്റ് ക്യാപ്ചർ ചെയ്യണം. ആ മോമെന്റ് ക്യാപ്ചർ ചെയ്ത് അതേ സ്വഭാവത്തോടു കൂടി നമുക്ക് ഇന്ന് കിട്ടുന്നു. ഇതിന് കിട്ടില്ല. അപ്പോൾ ഈ 300ഓളം ഒറിജിനലുകൾ കാണിക്കുന്നു എന്ന് പറയുന്നു. അബു പ്രതിനിധാനം ചെയ്യുന്ന ആ കാലം സൃഷ്ടിച്ച
മറ്റ് ഇന്ത്യൻ പ്രധാനപ്പെട്ട വലിയ കാർട്ടൂണിസ്റ്റുകളെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല ഇത്രമാത്രം ഒറിജിനലുകൾ കരുതലോടുകൂടി മറ്റ് കാർട്ടൂണിസ്റ്റുകളുടെ, പ്രത്യേകിച്ച് ലക്ഷ്മണനെ എടുത്താലോ വിജയനെ എടുത്താലോ പുരിസാബിനെ എടുത്താലോ ഒക്കെ, അത്തരം കുട്ടിയെ എടുത്താലോ, ഇത്രയും കാർട്ടൂണുകൾ ഒറിജിനലുകൾ കരുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും എന്നുള്ളത് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അബു അൺയൂഷ്വൽ എന്ന് പറയാവും വിധം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആയിരുന്നു എന്ന് ഉണ്ണിമാഷ് നിരീക്ഷിക്കുന്നുണ്ട്. ഓർഗനൈസ്ഡ് ആയ കാർട്ടൂണിസ്റ്റ് എന്നതുകൊണ്ട് കാർട്ടൂൺ ചെയ്യുമ്പോഴും ചെയ്തു കഴിഞ്ഞ കാർട്ടൂണുകളെ കരുതി വയ്ക്കുമ്പോഴും സർഗജീവിതത്തിൽ മൊത്തം ടൈം ആൻഡ് ജീനിയസ് മാനേജ്മെൻറ്റും ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണോ ഈ അൺയൂഷ്വലി ഓർഗനൈസ്ഡ് ആയിരുന്നു അബു എന്ന് പറയുന്നത്? ഏതാണ്ട് എനിക്ക് അറിയുന്നിടത്തോളം പല കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വരയ്ക്കാൻ കാണിച്ച ആ ഒരു അവധാനതയൊക്കെ ഉണ്ട്. ഒരു തിക്കും തിരക്കും പിടിച്ച് വരയ്ക്കുന്ന വരയല്ല അത്. വളരെ ആലോചിച്ചുറച്ച് വരയ്ക്കുന്ന വരയാണ്. അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഇതിന്റെ ഒറിജിനലുകൾ സൂക്ഷിക്കുകയും അച്ചടിച്ചു വന്നതിന്റെ സ്ക്രാപ്പ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും വരെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു മറ്റൊരു കാർട്ടൂണിസ്റ്റിന് ഇന്ത്യയിൽ എനിക്കറിയില്ല. കുട്ടിയൊക്കെ കാർട്ടൂണുകളുടെ ഒറിജിനൽ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാറേ ഇല്ല എന്ന് എന്നോട് പഴയ ന്യൂസ് എഡിറ്റർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രസ്സിലെ. വിജയൻ കുറച്ചൊക്കെ എടുത്തു വെച്ചിരുന്നു. പുരി സാറും അങ്ങനെ വെക്കാറൊന്നുമില്ല. രജീന്ദ്ര പുരിയൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്താൽ അത് അവിടെ വെക്കും. അല്ലെങ്കിൽ തദ്യം ഫ്രീലാൻസ് ചെയ്യുന്ന കാലത്ത് ഒറിജിനലുകൾ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ കോപ്പികളാണല്ലോ വന്ന് സിൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അയക്കുക. അതുകൊണ്ട് ഒറിജിനൽ കയ്യിലുണ്ടായിരുന്നു. സ്വയം സ്കാനർ, ഈ ഡെസ്ക്ടോപ്പ് സ്കാനർ നമുക്ക് വന്ന് കിട്ടിയ സമയം മുതലാണ് ഒറിജിനൽ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ കയ്യിലായത്. അതിനു മുമ്പ് മിക്കവാറും ഇത് ഈ പ്രസ്സിലേക്ക് പോകും. പ്രസ്സിൽ നിന്ന് തിരിച്ചെടുക്കണം. അതിനുള്ള ശ്രദ്ധയൊക്കെ അബു കാണിച്ചിരുന്നു. കാരണം അബു ഇന്ത്യൻ എക്സ്പ്രസ് ഓഫീസിൽ ചെന്നല്ലേ വരച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പ്രസ്സിൽ നിന്ന് വൈകുന്നേരം കാർട്ടൂൺ തിരിച്ചെടുക്കും, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തലേന്നത്തെ കാർട്ടൂൺ തിരിച്ചെടുക്കും. ശ്രദ്ധിച്ച് ഡേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. അത് അബുവിന് മാത്രം അങ്ങനെ ഒരു ശീലം ഉണ്ടായത് അബുവിൻ്റെ ലണ്ടൻ കാല ജീവിതമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ യൂറോപ്യൻ കാർട്ടൂണിസ്റ്റുകൾ അവരുടെ കാർട്ടൂണുകളോട് കാണിച്ചിരുന്ന ഇത്തരം സമീപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിട്ടായിരിക്കുമോ? തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം ഒരുപാട് നമ്മൾ വിദേശത്ത് പോയാൽ ആദ്യം കാണുന്നത് ഇന്ത്യയിൽ കാണുന്നതിനേക്കാളും വളരെയേറെ കലാ മ്യൂസിയങ്ങൾ കാണുന്നത്. കലാകാരന്മാരുടെ, ചിത്രകാരന്മാരുടെ ഒരുപാട് മ്യൂസിയം വിദേശത്ത് പോയാൽ കാണും. അവരോട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കൊളോണിയൽ കൾച്ചർ തീർച്ചയായിട്ടും ലണ്ടനിലുണ്ട്. കൊളോണിയൽ എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചരിത്രത്തെ പ്രത്യേക രീതിയിൽ സൂക്ഷിക്കുന്നത് ഒരു വിജയികളോ കൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം. എന്തായാലും കുറെ കലാരൂപങ്ങളും കലാസൃഷ്ടികളും ഒറിജിനൽ ഒരു റൈറ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ അതുപോലെ രക്ഷിച്ചു വെക്കുന്ന ഒരു ഹെറിറ്റേജ് നിലനിർത്തുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും അബുവിന്റെ മൂല്യം വളരെ പ്രകടമായിട്ട് മനസ്സിലായത്. അപ്പൊ നല്ല കാലത്ത് അവിടെയായിരുന്നു. പക്ഷെ ഇത് എളുപ്പമായിരുന്നു അന്ന് ഈ പത്രസ്ഥാപനങ്ങളിൽ നിന്നും ഒറിജിനലുകൾ തിരിച്ചു വാങ്ങിച്ചു വയ്ക്കുന്നതിന്റെ അതിന്റെ ഒരു മാനേജ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു? അതില്ല അല്ലേ? ഒന്നുമില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ അത് എവിടെയെങ്കിലും കളഞ്ഞു പോകും. ഓക്കെ. ലക്ഷ്മണന് വാങ്ങിച്ചു വെക്കുമായിരുന്നു. ലക്ഷ്മണന്റെ ഒറിജിനൽ വാങ്ങിച്ചു വെക്കുമായിരുന്നു. അതെ അല്ലേ? മിക്കവാറും ലക്ഷ്മണന്റെ ഒറിജിനൽസ് ഒക്കെ ലക്ഷ്മണന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് പത്രത്തിലൊന്നും കൊണ്ടിടുന്ന ഏർപ്പാടില്ല. അവിടെ നിന്ന് കളഞ്ഞു പോകാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ ഈ ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞപ്പോ RK ലക്ഷ്മണന്റെ ജീവചരിത്രം EP ഉണ്ണി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വാചകം ഞാൻ ഇവിടെ വായിക്കുകയാണ്. നോ കാർട്ടൂണിസ്റ്റ് ഈസ് ബോൺ ഇൻ എ വാക്വം. Multiple influences, personal and political, go into the making of this hybrid art practice. The Lakshman cartoon speaks years after his death with undimming clarity and a newfound relevance. Intriguingly, it speaks with an enhanced punch. കൊച്ചിയിൽ അബുവിൻ്റെ 300 കാർട്ടൂണുകൾ ഒരുമിച്ച് കാണുമ്പോൾ അബുവിൻ്റെ മേലുണ്ടായിരുന്ന മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസസ്, പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ എങ്ങനെയായിരുന്നു? അദ്ദേഹം സ്വന്തം സർഗശേഷിയിലേക്ക് അതൊക്കെ സ്വാംശീകരിച്ചത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മളത് കാണുമ്പോൾ എന്തുതരം എൻഹാൻസ്ഡ് പഞ്ചാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? അബുവിന്റെ ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഗോപാലകൃഷ്ണൻ അറിയാം. നമ്മളൊക്കെ മിക്കവാറും താങ്കൾക്കും ഏതാണ്ടൊക്കെ ഒരേ പ്രായത്തിൽ ഇത് വായിച്ചു വളർന്നവരാണ്. ഞാൻ കൃത്യമായിട്ട് വായിച്ചു വളർന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അബു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരച്ചു തുടങ്ങുന്നത്.
കോൺഗ്രസ് സ്പ്ലിറ്റ് ഒക്കെ നടക്കുന്ന കാലത്ത്. പിന്നെ കോളേജ് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വായന കുറച്ചുകൂടി സൂക്ഷ്മമായി കൊണ്ടിരിക്കുന്ന അതേ ഒപ്പം തന്നെ അബുവിനെ വായിച്ച് നീങ്ങിയിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അബുവിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അബു അന്നത്തെ അസാമാന്യ രാഷ്ട്രീയ തീക്ഷ്ണതയുള്ള ഒരു കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മാത്രമായിരുന്നില്ല. രജീന്ദർ പുരി, ഒ ബി വിജയൻ, അബു എബ്രാഹിം, ഇങ്ങനെ മൂന്ന് പേരാണ് നമ്മുടെ മുമ്പിൽ അന്ന് ഉണ്ടായിരുന്നത്. അതില് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിലായിരുന്നു പഠിച്ചുകൊണ്ട് കൂടുതൽ കാണുക അബുവിനെയും വിജയനെയുമാണ്. അബു ഇന്ത്യൻ എക്സ്പ്രസിലും വിജയൻ ഹിന്ദുവിലും മാതൃഭൂമിയിലും. വിജയൻ ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു. അബുവും സാഹിത്യേതര കാര്യങ്ങൾ എഴുതുമായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് പുരോഗമനാത്മക രാഷ്ട്രീയത്തിന്റെ കൂടെ പോയിട്ടുള്ളതാണ്. അസാമാന്യ വിമർശന ആത്മകമാണ്. വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. വിമതന്മാരാണ്. ഏതെങ്കിലും ഒരു മുഖ്യധാരയുടെ കൂടെ നിന്നില്ലെങ്കിൽ തന്റെ അസ്തിത്വം ഇല്ലാതാകുമെന്നുള്ള ഭയമൊന്നും ഇവർക്കാർക്കും ഉണ്ടായിട്ടില്ല. സ്വന്തം വഴിക്ക് നടന്നവരാണ്. ഇതൊക്കെ അബുവിനുണ്ട്. പിന്നെ താൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള അസാമാന്യമായ ആത്മവിശ്വാസമുണ്ട്. താൻ പറയുന്നത് വായിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് അവരോട് അസാമാന്യ എമ്പതി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അസാമാന്യ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരുന്നു. പിന്നെ ഇവരുടെ റോളിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു കാർട്ടൂണിസ്റ്റിന്റെ പണി ഈ നടപ്പ് കാര്യങ്ങളെ മുഴുവൻ അനുകൂലിക്കുകയല്ലെന്നും എതിർക്കുകയാണ് വേണ്ടത്. എതിർക്കേണ്ടടുത്ത് എതിർക്കണമെന്നും വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കണമെന്നും ഒക്കെ അവർക്ക് അറിയാമായിരുന്നു. പിന്നെ ആഗോളതലത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്, അതാണ് വിജയനും അബുവിനും പുരിസാറിനും ഒക്കെ ഉള്ളത്. ഒരു ചെറിയ രാഷ്ട്രീയം വെച്ചല്ല അവർ കമന്റ് ചെയ്തു പോയത്. ലോകത്ത് മൊത്തം നടക്കുന്ന രാഷ്ട്രീയത്തോട് ബന്ധപ്പെടുത്തിയാണ് അവർ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയോ സംസ്ഥാന രാഷ്ട്രീയത്തെയോ ഒക്കെ കണ്ടത്. ഇതൊക്കെയാണ് അവരുടെ ഗുണങ്ങൾ. ഇത് അബുവിനും ഉണ്ടായിരുന്നു. അവസാനം താങ്കൾ ചോദിച്ച ചോദ്യമാണ് ഇപ്പൊ കൂടുതൽ റെലവെന്റ്. ഇപ്പൊ ഈ ലക്ഷ്മണന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പഴയ കാർട്ടൂൺ വരച്ച് 50, 60, 70 കൊല്ലം കഴിഞ്ഞുള്ള കാലഹരണപ്പെട്ട കാർട്ടൂൺ ഇപ്പോൾ എങ്ങനെയാണിത് ഇന്റർനെറ്റിലും മറ്റുമൊക്കെ വർദ്ധിച്ച വീര്യത്തോടുകൂടി തിരിച്ചു വരുന്നത്? അതൊരു അത്ഭുതകരമായ ഒരു ഇന്ന് തന്നെ ഞാൻ അതൊരു ചോദ്യമായിട്ട് പിന്നീട് ഞാൻ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് ദൂരദർശൻ കേരള സ്റ്റോറി കാണിക്കുന്ന ദിവസം ഞാൻ അബുവിൻ്റെ ഓൾ ഇന്ത്യ റേഡിയോ ഐ വുഡ് ലവ് ടു ട്യൂൺ ഓൾ ഇന്ത്യ റേഡിയോ നോട്ട് ഓൾ ഇന്ത്യനൈസേഷൻ റേഡിയോ എന്ന് പറഞ്ഞ ആ കാർട്ടൂൺ ഞാൻ കാണുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കാർട്ടൂണുകൾ പുനർജനിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് വെറും പുനർജന്മല്ല. അതാണ് ഞാൻ ഈ ലക്ഷ്മണനെ കുറിച്ച് പഠിക്കുമ്പോൾ എഴുതുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. അതാണത് ശരിക്കും മനസ്സിലാകുന്നത്. ലക്ഷ്മൺ ഈ ലാൻഡ് ലൈൻ ടെലിഫോൺ, നമ്മൾ പണ്ട് മേശപ്പുറത്തൊക്കെ വെക്കുന്ന പഴയ കറുത്ത ടെലിഫോൺ ഉണ്ടായിരുന്ന 60കളിൽ ആദ്യകാലത്ത് ഈ ടെലിഫോൺ മിക്കവാറും വർക്ക് ചെയ്യില്ല. ടെലിഫോൺ വെറുതെ ഒരു പേപ്പർ വെയിറ്റ് പോലെ മേശപ്പുറത്തിരിക്കുന്നൊക്കെ ഉള്ള കമന്റുകൾ അന്ന് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ടെലിഫോണിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാർട്ടൂൺ ഓരോ 10 കൊല്ലം കഴിഞ്ഞ് റീപ്രിന്റ് ചെയ്യുമ്പോഴും അതിന് പുതിയ മാനങ്ങൾ കൈവരിക്കും. ഇപ്പൊ ഇന്റർനെറ്റിനെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് ഈ കാർട്ടൂണിനെ കുറിച്ചുള്ള കമന്റ് ഇന്നത്തെ വായനക്കാരി കാണും. അതിന് പുറകിലുള്ള പ്രതി ഭരണകൂടം തന്നെയാണ്. ഭരണകൂടത്തിന്റെ നിയന്ത്രണം ഉണ്ടല്ലോ. ആ നിയന്ത്രണത്തെ ഇന്ന് ഇന്റർനെറ്റ് ഒക്കെ ബാൻ ചെയ്യുന്നു. മണിപ്പൂരിൽ ഇന്റർനെറ്റ് ഇല്ല, കാശ്മീരിലില്ല, ശ്രീനഗറിലില്ല. ഈ അവസ്ഥയിലാണ് ഈ ടെലിഫോൺ ഇത്ര ഇവോൾവ് ചെയ്തിട്ടും മൊബൈൽ ഫോണായിട്ടും ഒക്കെ അതിൽ ഇന്റർനെറ്റ് ഇല്ലാതായിട്ട് എന്താ കാര്യം? ഈ രീതിയിൽ ഇത് വായിക്കപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് വരച്ചതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. അവരാരും ക്രിസ്റ്റൽ കേസ് ചെയ്തിട്ട് കാർട്ടൂൺ വരച്ചൊന്നുമല്ല. അന്നതാണുള്ളത് വരച്ച. പക്ഷെ കാർട്ടൂൺ എന്നുള്ള മാധ്യമത്തിന്റെ ഒരു സവിശേഷത കൊണ്ട് അത് ഈ 50 കൊല്ലം കഴിയുക 40 കൊല്ലം കഴിയുമ്പോഴും അത് വർദ്ധിച്ച വീര്യത്തോടെ തിരിച്ചു വരും. പണ്ടാണെങ്കിൽ അതിനൊരു വേദി ഇല്ലായിരുന്നു. തിരിച്ചു വന്നാല് ആരെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഗൂഗിളിൽ തപ്പിയെടുക്കാൻ വളരെ എളുപ്പം. പിന്നെ പെട്ടെന്ന് ആളുടെ കണ്ണിന്റെ മുമ്പിൽ വരികയും അത് ഏതെങ്കിലും ഒരു ചാനലിലോ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലോ സോഷ്യൽ മീഡിയയിലോ മറ്റോ അത് പുറത്തു വരികയും ചെയ്യും. ഇതാണ് ഇന്ന് നടക്കുന്ന കാര്യം. അപ്പൊ അബുവിന്റെ നമ്മൾ അവിടെ ചെന്ന് കാണുന്ന മിക്കവാറും കാർട്ടൂണുകൾ ഇതിനേക്കാളും ഫോക്കസോടുകൂടി അടിയന്തരാവസ്ഥയോട് അടുപ്പിച്ച രാഷ്ട്രീയത്തെ കുറിച്ച് ഇതിനേക്കാളും സാകല്യത്തോടുകൂടി നമ്മളോട് സംസാരിക്കും.
അത് തന്നെ, അതാണ് വളരെ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾസ് റാൻഡമാണ്. ഇത് അതെ ഞാൻ പറഞ്ഞ അതിനേക്കാൾ ഒരു തുടർച്ച, ഒരു കൂട്ടായിട്ട് തന്നെ ഒരു അതെ അതെ 10, 20, അതെ 30 അതെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. ഞാൻ ഇന്ന് ഇതിനു വേണ്ടി ചെറിയ ഗ്രഹപാഠം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബുവിൻ്റെ കാർട്ടൂണുകൾ ഇന്ന് രാവിലത്തെ പത്രത്തിൽ വരച്ചതുപോലെ അത് നമ്മളോട് ഉം. സംസാരിക്കുന്നു എന്നുള്ളത്. ഇനി ഈ അത് ആർ കെ നമ്മുടെ ലക്ഷ്മണന്റെ കോമൺ അത് നമ്മുടെ പറയൂ. രാഷ്ട്രീയത്തിന്റെ പരാജയമാണ്. അത് തന്നെ നമ്മുടെ തീർച്ചയായിട്ടും. രാഷ്ട്രീയ പ്രവർത്തകരുടെ പരാജയമാണ് ഇത് കാണിക്കുന്നത്. അബ്സല്യൂട്ട്ലി റൈറ്റ്, അബ്സല്യൂട്ട്ലി. ഈ ആർ കെ ലക്ഷ്മണന്റെ കാരണം കോമൺ മാൻ എന്ന് പറയുന്ന ആ രൂപത്തിന് ഒരു രാഷ്ട്രീയ ഛായ ഇല്ലായിരുന്നു. എന്നാൽ ഈ അബുവിൻ്റെ പതിവ് കാർട്ടൂണുകളിലെ ആ ഇരട്ടകൾ കൂടിയും കുറഞ്ഞും കോൺഗ്രസ്സുകാരായിരുന്നു. അബു, വിജയൻ, പുരി, ലക്ഷ്മൺ എന്നീ 4 കാർട്ടൂണിസ്റ്റുകളിൽ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്നത് വ്യത്യസ്തമായിട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ണിമാഷ് ഇപ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇവർ ലോകരാഷ്ട്രീയത്തിൻ്റെയും ലോകവീക്ഷണത്തിൻ്റെയും ബേസിസ് ഇതിൽ രാഷ്ട്രീയം കാണുന്നത് എന്നുള്ളത്. വിജയൻ ഒരു ലോകവീക്ഷണത്തിൽ നിൽക്കുന്നതായും ലക്ഷ്മൺ ഒന്നും മാറി അകന്നു നിൽക്കുന്നതായും പുരി സാബ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ വിഭജനവും അതിൻ്റെ മുറിവുകളും അതിൻ്റെ ഉണങ്ങലുകളും ഉത്തര പശ്ചിമ ഇന്ത്യൻ രാഷ്ട്രീയ ഭാവുകത്വവും ഒക്കെ പേറുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അബുവിൽ എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്നത്? മറ്റുള്ളവരെ കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങളിൽ പിശകുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ണിമാഷിന് തിരുത്താം. അബുവിൽ പക്ഷേ എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയം പ്രവർത്തിച്ചത്? മറ്റുള്ളവരെ കുറിച്ച് താങ്കൾ പറഞ്ഞൊക്കെ കൃത്യമാണ്. അങ്ങനെ തന്നെയായിരുന്നു അവര്. ഞാനും അങ്ങനെയാണ് അവരെ വായിച്ചെടുത്തത്. നേരിട്ട് അറിയുമ്പോഴും അവരേതാണ്ട് അതൊക്കെ പോലെ തന്നെയായിരുന്നു. അബുവിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവരിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ രജീന്ദർ പുരിയിലുള്ള അത്ര തീക്ഷ്ണവും വൈകാരികവുമായ ഒരു സമീപനം അല്ല അബുവിന് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രത്തിൽ. ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാടില് അത്രയും തീക്ഷ്ണത ഉള്ള ഒരു തീക്ഷ്ണമായ സമീപനമല്ല അബുവിന്റെ. അബുവിന്റെ കുറച്ചുകൂടി പരന്ന ലോക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസി, ഒരു ഭരണഘടന അനുസൃതമായ ജനാധിപത്യത്തെ കാണുന്ന പോലെയാണ് അബു കണ്ടത്. അതെ, രജീന്ദർ പുരിക്ക് ഉണ്ടായ പോലെ ഒരു വിഭജന അനുഭവം അബുവിനില്ലല്ലോ. അതെ, കറാച്ചിയിൽ ജനിച്ച് ഡൽഹിയിലേക്ക് താമസം മാറ്റിയ ഒരു കുട്ടിയായിരുന്നു രജീന്ദർ പുരി. അങ്ങനെ ഒരു അനുഭവം ഇല്ല. അപ്പൊ അതൊരു കുറവായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയാണ് ഓരോരുത്തരെ വ്യത്യസ്ത. ഋത്വിക് ഘട്ടക്കിനുണ്ടായിരുന്ന തീക്ഷ്ണത സത്യജിത്രയ്ക്ക് ഇല്ലല്ലോ ആ കാലത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെയൊക്കെ കണ്ടാൽ മതി. അപ്പൊ അത് അങ്ങനെയേ ഉള്ളൂ. പക്ഷെ അബുവിന്റെ ഇവരിലേക്കാളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഘടകം അബുവിനുള്ളത് ഞാൻ അരവിന്ദനിലൊക്കെ കണ്ട ഒരു ഘടകമാണ്. സാറിന് ഈ കാർട്ടൂണിസ്റ്റുകളെ കുറിച്ച് എപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത് ശക്തരാണ്, അവൻ അടിച്ചു വീഴ്ത്തി, അങ്ങനെയൊക്കെയുള്ള ഈ ഈ അധികാരത്തിനെ എതിർക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് അധികാരത്തിന്റെ അതേ പദാവലി ഉപയോഗിച്ചാണ് ഇവരെ പ്രശംസിക്കുന്നത്. അത് ഏറ്റവും കുറച്ചോ തീരെ ഇല്ലാത്ത 2 കാർട്ടൂണിസ്റ്റുകളാണ് അബുവും. രാഷ്ട്രീയ കാർട്ടൂണുകൾ വരയ്ക്കാത്ത അരവിന്ദനെ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഇത്തിരി പ്രശ്നമുണ്ട്. അത് പറഞ്ഞു പോകുന്നതന്നെ. ജെന്റിലാണ് അബുവിന്റെ അകത്തുള്ള ഏറ്റവും രസകരമായ ഒരു കാർട്ടൂൺ മൊത്തം കണ്ടു കഴിഞ്ഞാല് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും വലിയ, ചിലപ്പോൾ നമ്മളെ നിർത്തി ചിന്തിപ്പിക്കുന്നത് ആ ശാന്തതയാണ്. എല്ലാറ്റിനും ഒടുവിൽ ഈ പറയുന്ന മനസ്സിന്റെ പുറകിൽ ഒരു ശാന്തിയുണ്ട്. അങ്ങനെ ഒരാളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഒരു വായനക്കാരനോ വായനക്കാരിയോ വളരെ വളരെ സ്വകാര്യമായി സംസാരിക്കുന്ന പോലെ ശബ്ദം താഴ്ത്തിയാണ് അബു സംസാരിക്കുന്നത്. അപ്പൊ അതിലൊരു നമ്മളോട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളോട് നമ്മൾ ചെവി കൂർപ്പിക്കുന്നത് പോലെ അബുവിന്റെ കാർട്ടൂണുകളോട് കണ്ണു കൂർപ്പിക്കും. ഒച്ചത്തിലല്ല, എല്ലാം ടോൺ ഡൗൺ ആണ്. അത് ഭയങ്കര രസകരമായ ഒരു എസ്തെറ്റിക്സ് ഉണ്ടാവും. വളരെ വളരെ നല്ല ഒരു ഒബ്സർവേഷനാണ്. അങ്ങനെയുള്ള കാർട്ടൂണിസ്റ്റുകൾ വളരെ കുറവാണ്. എന്നാൽ ഫലിതത്തിനൊന്നും യാതൊരു വിമർശനാത്മകതയ്ക്ക് ഫലിതത്തിന് യാതൊരു കുറവുമില്ല. അതിന്റെ ഡെലിവറി ഈസ് വെരി ജെന്റിൽ ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ്, വെരി വെരി നമ്മളോട് കെയർ ഉള്ള ഒരാൾ നമ്മളോട് പറയുന്ന പോലെ ഇരിക്കും പറയുന്നത്. അല്ലാതെ ഒരു മേലെ നിന്ന് ഒരു
ഒരു സ്റ്റേജിമേ കയറി നിന്ന് ഒരു വേദി കയറി നിന്ന് താഴോട്ടല്ല അബു പറയുന്നത്. അത് തന്നെ. അത് ഇവരാര് വിജയനൊന്നും അങ്ങനെയായിരുന്നില്ല. സംഭാഷണത്തിന്റെ സ്വഭാവം പുരിസാറിന് ചിലപ്പോൾ ഉണ്ട്, ഈ സ്മാഷിംഗ് ശങ്കറിനെ കൊണ്ടായിരുന്നു പോലെ. പക്ഷെ വിജയനും ഒക്കെ സംഭാഷണത്തിന്റെ സ്വഭാവം കാർട്ടൂണിൽ കൊണ്ടുവന്നവർ തന്നെയാണ്. അതിലുപരി ആ സംഭാഷണത്തിന്റെ ശബ്ദം വരെ നേർത്തതാണ്. ഒച്ചത്തിൽ ഞാൻ ഈ അബു ഒന്നും നേരത്തെ ഒന്ന് പരാമർശിച്ചിരുന്നു ഒരു കാർട്ടൂണിനെ കുറിച്ച്. അത് ഈ കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന വിവാദമായിട്ടുള്ള സിനിമ ദൂരദർശൻ കാണിക്കുന്ന ദിവസമാണ് ഞാൻ ഉണ്ണിമാഷിനോട് സംസാരിക്കുന്നത്. അബുവിൻ്റെ ആ കാർട്ടൂണിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. ഒരാളെ ഓൾ ഇന്ത്യ റേഡിയോ ട്യൂൺ ചെയ്യുന്നു പിന്നിൽ. അപ്പോൾ ഐ ക്യാൻ ടെൽ യു വൺ തിങ്, ഐ വുഡ് എനി ഡേ പ്രിഫർ ഓൾ ഇന്ത്യ റേഡിയോ ടു ഓൾ ഇന്ത്യനൈസേഷൻ റേഡിയോ. ഇതാണ് ഇതിൻ്റെ കോപ്പി. ഇന്നത്തെ ദിവസത്തിൽ ഈ കാർട്ടൂണിനൊരു വർദ്ധിത പ്രസക്തി വന്നിരിക്കുന്നു. ഫെഡറലിസം, ഈ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, ഇവയോടൊക്കെയുള്ള അബുവിൻ്റെ നിലപാടുകൾ എങ്ങനെയായിരുന്നു? തന്നെയാണ് ആ പറഞ്ഞ കാർട്ടൂണുള്ളത്. ഏതാണ്ട് ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട തരത്തിലുമുണ്ട്. രണ്ട്, പുറത്തേക്ക് നോക്കാതെ അകത്തേക്ക് നോക്കുന്ന ഈ സ്വദേശവൽക്കരണത്തിനെതിരെയായിരുന്നു. അതാണ് അന്നത്തെ കാലത്ത് ഇന്ത്യനൈസേഷൻ. എല്ലാം ഇന്ത്യനൈസ് ചെയ്യണം. ഇപ്പൊ റോഡിന്റെ പേരുകൾ ഇന്ത്യൻ ആക്കുക, സ്ഥലനാമങ്ങൾ ഇന്ത്യൻ ആക്കുക, പുറത്തുനിന്നുള്ള ആശയങ്ങളെ മാറ്റിമറിച്ച് ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഇതിന് മുമ്പ് തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുക. ഇതിനൊക്കെ എതിരായിരുന്നു. എല്ലാവരും എതിരായിരുന്നിരിക്കും. ഒരു സാമാന്യ ബോധമുള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനത്തെ ഒരു 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 രസകരമായ കാര്യം പറയാം. അബു സംസ്കൃത വാർത്ത നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയത് അബുവിൻ്റെയും കൂടി ഒരു സ്വാധീനം കൊണ്ടാണ്. രാജ്യസഭ MP ആയിരുന്നപ്പോൾ സംസ്കൃതം കേൾക്കുകയും അതിന്റെ കേൾക്കുന്ന ശബ്ദം വരെ ഭംഗിയുള്ള അതാണെന്ന് പറയുകയും ചെയ്ത ആളാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന കുറെ ഈ പഴപുരാണങ്ങളെ പൊക്കുന്ന ശീലമുണ്ടല്ലോ, പുറകോട്ട് എല്ലാ മേന്മകളും പഴമയിലാണെന്ന് പറയുന്ന അതിനൊക്കെ ശക്തമായിട്ട് എതിർത്ത ആളുമാണ്. ഈ രണ്ടാമത് പറഞ്ഞാണ് ഈ കാർട്ടൂണിൽ നമ്മൾ കണ്ടത്. ഈ ഒന്ന് ഇന്ത്യനൈസ് ചെയ്യാൻ നോക്കുക, പിന്നെ താങ്കൾ പറഞ്ഞ ഒരു ഒറ്റ കൊടക്കീഴിൽ എല്ലാത്തിനെയും കാണുക. ദ്രാവിഡമില്ല, മലയാളിയില്ല, ഡക്കാനിന്റെ സംസ്കാരമില്ല, ബംഗാളിയുടെ സംസ്കാരമില്ല, മറാഠന്റെ സംസ്കാരമില്ല. അതൊരു ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു കൃത്രിമമായ ഒരു കൊടക്കീഴിൽ എല്ലാത്തിനെയും കൊണ്ടു നിർത്തുന്നതിനും എതിരാണ്. അതൊക്കെ ഈ കാർട്ടൂണിൽ കാണാം. ഇനി ഈ പി ഉണ്ണി ആസ് എ കാർട്ടൂണിസ്റ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് എനിക്ക് പലപ്പോഴും കാർട്ടൂണുകളിലൂടെ അല്ലാതെയും തോന്നിയിട്ടുള്ളതാണ്. ഈ അബു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊറാലിറ്റിയോ വാല്യൂസിനെയൊക്കെ എങ്ങനെയാണ് അബു കണ്ടിരുന്നത്? ഞാൻ ഒരൊറ്റ കാർട്ടൂൺ ഓർത്ത് പറയാം. അബുവിന്റെ കാർട്ടൂണുകൾ പലപ്പോഴും ഓർത്ത് പറയാം. താങ്കൾ കവിതയൊക്കെ ചൊല്ലുന്ന പോലെ. അബുവിന്റെ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരാൾ മറ്റൊരാളോട് പറയുന്നതാണ്. അന്ന് ആ 74-75 അടിയന്തരാവസ്ഥയിലേക്ക് ചെന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ഉണ്ടായത്. 24, 25, 29. പിന്നെ 42nd അമെന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു അമെന്റ്മെന്റ്, അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വരെ വിളിച്ചിരുന്നു. ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന അത്രയും അമെന്റ്മെന്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വന്ന കാലത്താണ് അബു വരച്ചത്. അബു വരച്ച കാർട്ടൂൺ ഇതാണ്: I don't mind any amendment to the Constitution provided fundamental rights are protected by loopholes. ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ എല്ലാ സൂക്ഷ്മ ദൃഷ്ടിയും ഒക്കെ മനസ്സിലായില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതായത് നിങ്ങൾ നേരെ ചൊവ്വേ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, മൗലികാവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പിൻവാതിലൂടെയെങ്കിലും മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരം കോൺസ്റ്റിറ്റ്യൂഷനെ സ്വീകരിക്കാന്നാണ് പറഞ്ഞത്. അതാണ് ഈ ഹ്യൂമറിന്റെ കാര്യം നേരത്തെ ഉണ്ണിമാഷ് ഒന്ന് പറഞ്ഞിരുന്നു. ഈ സേഫ് ഡെമോക്രസി എന്ന മുദ്രാവാക്യം സത്യത്തിൽ എനിക്ക് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന മാത്രമാണെന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് എന്നും പ്രവർത്തിക്കൂ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മനസ്സാക്ഷി സാമാന്യം ഫ്ലെക്സിബിളാണ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണ്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഇന്ത്യയിൽ പ്രസക്തമാണ്. ഈ അബുവിലെ ഹ്യൂമർ വളരെ വളരെ നേരത്തെ പറഞ്ഞില്ലേ, ശക്തം എന്നൊക്കെ പറയാവുന്ന പോലെ. എന്നാൽ ഈ ഹ്യൂമറിൽ ഇന്ത്യൻനെസ് ആണോ യൂറോപ്യൻനെസ് ആണോ അതോ വെസ്റ്റേൺ കാർട്ടൂണുകളുടെ ഒരു ഭാഷ ഈ ഹ്യൂമറിലുണ്ടോ? ഞാൻ ഇംഗ്ലീഷല്ല ഞാൻ പറയുന്നത്,
ആ ഭാഷാപരമായിട്ട് ഉള്ള ആ ഹ്യൂമറിൻ്റെ ശൈലിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യനൈസേഷൻ അധികം നടത്താതെ വേണം അതിനെ കാണാൻ. കാരണം അതെ. ഇതൊരു സങ്കര കലയാണ്, സങ്കര സംസ്കാരം. കറക്റ്റ്. സിനിമയൊക്കെ പോലെ ഏത് അതെ. സാഹിബിന്റെ ഇത് നമുക്ക് കിട്ടിയത് തന്നെയാണ്. കൊളോണിയൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വന്നതാണ് സിനിമയും ക്രിക്കറ്റും കാർട്ടൂണും ഒക്കെ. അപ്പൊ അങ്ങനെ അതിനെ നമുക്ക് ശുദ്ധമായിട്ട് ഇന്ത്യനൈസ് ചെയ്ത് കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പഠനമൊക്കെ അങ്ങനെയാണല്ലോ. അന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ, അന്ന് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെയാണ് അപ്പോൾ പഠിച്ചതെന്നാണ് എൻ്റെ ഒരു. അപ്പൊ നമ്മുടെ പഠനത്തിൽ ശങ്കർ അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ പഠനത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ രാഷ്ട്രീയ സാക്ഷരതയിലും ഒക്കെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മിഷണറീസ് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പിന്നെ വലിയൊരു കോസ്റ്റ് ലൈനും ഇല്ല നമുക്ക്. അപ്പോ വിദേശ സ്വാധീനം ഇല്ലാത്തൊരു ഇന്ത്യൻ ശുദ്ധ നർമ്മ സംസ്കാരം നമുക്കുണ്ടോന്ന് എനിക്ക് അറിയില്ല. ചവിട്ട് നാടകമൊക്കെ ഹൈബ്രിഡ് ആർട്ട് അല്ലേ, അത് തന്നെ പറയാൻ പറ്റും. തിയേറ്ററല്ലേ, അപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ അബുവിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന സാധനം, അബുവിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സ്ട്രിപ്പ് കാർട്ടൂൺ ഉണ്ടായിരുന്നു. അബു വരച്ചിരുന്നു, ആനയും ഒരു കാക്കയും. അത് മാതൃഭൂമിയില് മേമ്പൊടി എന്ന് പറഞ്ഞ് അത് തന്നെ നേരിട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ട് എനിക്ക് തോന്നുന്നു MT ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. അത് ഈ കാർട്ടൂൺ ക്യാപ്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആന്റിയാബെല്ലൊക്കെ ചെയ്യുന്ന പോലെ ഈ അതിന്റെ വേർഡ് കൗണ്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ കൂടും, ചിലപ്പോൾ വാക്കുകൾ കൂടും. കൂടിയാൽ ഇത് എവിടെ കൊണ്ട് എഴുതും? കാരണം ഇത് ഫിസിക്കൽ അല്ലേ കാർട്ടൂണിൽ. ഇത് ക്യാപ്ഷന്റെ അകത്ത് നിൽക്കണം, സ്പീച്ച് ബലൂണിന്റെ അകത്ത് കിടക്കണം. 5 വാക്കാണ് 5, 6 ഒക്കെ ആക്കാം. ഇത് കൂടുതൽ ഇത് ഒതുങ്ങില്ല. അപ്പൊ അത് അങ്ങനെ സൂക്ഷ്മമായിട്ട് സുന്ദരമായിട്ട് MT ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു എന്ന് അബു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലതും അബു ഓർത്ത് പറയുകയും ചെയ്യും. അത് വളരെ വളരെ നന്നായി ഈ സമയത്ത് MTയെ ഓർത്തതും. ഞാനിത് കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഒരു വലിയ വായനക്കാരനും വലിയ എഴുത്തുകാരനും ആയ MTക്ക് അത് ചെയ്യാൻ പറ്റും. വലിയ വായനക്കാരനും കൂടിയായിരിക്കും, എല്ലാ എഴുത്തുകാർക്കും അത് ചെയ്യാൻ പറ്റും. അബുവിനെ നല്ലോണം അറിഞ്ഞ ഒരാൾക്കേ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം അബുവിന്റെ വർക്ക് നമ്മുടെ ഭാഷയിലൊക്കെ നിലനിൽക്കുമെന്നല്ലേ. അതെ. അപ്പൊ അതിന്റെ നർമ്മത്തിനൊക്കെ ഇവിടെ പ്രസക്തിയുണ്ട്. ഭാഷയിൽ തന്നെ വേരോട്ടുണ്ട്. ശബ്ദമൊക്കെ ഉപയോഗിക്കുന്ന രീതിയൊക്കെ എംഫസിസ് ഒക്കെ ഉണ്ട്. അതൊക്കെ MT ശരിക്കും മലയാളത്തിൽ വരുമ്പോ അത് ഒന്ന് കാണണമെങ്കിൽ ഇനി എന്താണ് വഴി? മേമ്പൊടി അത് മേമ്പൊടി മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ ഉണ്ടാവും. അത് എന്റെ അഭിപ്രായത്തിൽ അത് കളക്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഈ കൊല്ലം അതൊന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. MTയും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട്. ഇനി ഈ അബു പ്രദർശനം കൊച്ചി കണ്ടിട്ട് ചിത്രകാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് കാർട്ടൂണുകൾ പോലെ തന്നെ പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ സ്കെച്ചസ് എന്ന്. ഇത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള കൈകളായിരുന്നു അബുവിൻ്റേതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്കെച്ചസ്, ഡ്രോയിങ്സ്, പ്രത്യേകിച്ച് ഇപ്പോൾ 1990-ലാണെന്ന് തോന്നുന്നു ആ നോം പെന്നിൽ പോയിട്ട് ചെയ്തൊരു സ്കെച്ച് ഉണ്ടല്ലോ, സോൾജിയേഴ്സിനെയൊക്കെ കുറച്ച് 2-3 പട്ടാളക്കാർ നിൽക്കുന്ന ചിത്രങ്ങൾ. അപാരമായ ലൈൻസ് ആയിരുന്നു അബുവിൻ്റേത്. എന്തായിരുന്നു അതിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന അഭ്യസനം? ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോംബെ ക്രോണിക്കിളിൽ റിപ്പോർട്ടറൊക്കെ ആയിട്ടാണ് അബു ചേർന്നത് ആദ്യം ബോംബെ. അതിൻ്റെ ഇടയ്ക്ക് വരയ്ക്കുന്ന കൂടെ എവിടെയോ എനിക്കൊന്ന് ഈ ഈവനിങ് ക്ലാസ് പോലെ മോഡൽ ഡ്രോയിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയാണ്. അതൊന്നും ആർട്ട് പഠിച്ചാൽ മാത്രം കിട്ടില്ല. ആർട്ട് പഠിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. അതുകൊണ്ട് മാത്രമല്ല, പക്ഷെ പുള്ളി ഈ പുറത്തിറങ്ങി സ്കെച്ച് ചെയ്യുന്ന കാർട്ടൂണിസ്റ്റുകളുണ്ട്, പുറത്തിറങ്ങി സ്കെച്ച് ചെയ്യാത്തവരും. പുറത്തിറങ്ങി ഒരിക്കലും സ്കെച്ച് ചെയ്യാത്ത വിജയനാണ് പുറത്തിറങ്ങി സ്കെച്ച് ചെയ്യാൻ എന്നോട് പറഞ്ഞത്. പുറത്തിറങ്ങി വരയ്ക്കാൻ അത് രസമാണ്. കാരണം പുറത്തിറങ്ങി വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാന സാധനം, നമ്മള് കയ്യിനൊരു തഴക്കം വരും. പലപ്പോഴും മുറിയുടെ അകത്തിരുന്ന് കാർട്ടൂൺ വരയ്ക്കേണ്ടി വരുമ്പോൾ ഈ ഡെഡ് ലൈനിന്റെ പ്രഷറൊക്കെ കാരണം നമ്മളെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ വിട്ടുപോകും വരയുന്നു. കൂടെ നിത്യവും ചെയ്യുമ്പോൾ വര ശുഷ്കമാവും. പക്ഷെ പുറത്തിറങ്ങി വരയ്ക്കുന്നത് ഈ സാധകം ചെയ്യുന്ന പോലെയാണ്. ഒരു സംഗീതജ്ഞൻ സാധകം ചെയ്യുന്ന പോലെ നിങ്ങളുടെ സ്വരസ്ഥാനമൊക്കെ തെറ്റാതെ കിട്ടുമല്ലോ, അതുപോലെ ഇതിൻ്റെ അകത്ത് പല സ്ഥാനങ്ങളും തെറ്റാതെ കയ്യിൽ നിൽക്കും. അല്ല, ഉണ്ണിമാഷ എന്നോട് വിയോജിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ EP ഉണ്ണിയെ അബു ഖരാനയിൽപ്പെട്ട
ഒരു കാർട്ടൂണിസ്റ്റായിട്ട് കരുതുന്നയാളാണ്. എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കരാനുണ്ടോന്ന് എനിക്കറിയില്ല. അബുവിന്റെ ഒരു സ്വാധീനം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. വിജയന്റെ ഉണ്ട് സ്വാധീനം, എല്ലാവരുടെയും ഉണ്ട്. പക്ഷെ അബുവിന്റെ റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അബു രാഷ്ട്രീയത്തെ കണ്ട റേഞ്ചും സമീപനവും ഒക്കെ അത് ഇന്ന് വളരെ പ്രസക്തമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇറ്റ് ഈസ് ഓൾസോ എ പെർസ്വേസീവ് ആർട്ട്. പ്രതിഷേധത്തിന്റെ കല മാത്രമല്ല, സംഭാഷണത്തിന്റെ കലയും കൂടി ആകണം കാർട്ടൂൺ. വലിയൊരു രാജ്യമാണ്, വലിയ സാക്ഷരതയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്ത് ഇമേജും വാക്കും ഒന്നിച്ച് ഉപയോഗിക്കുന്ന ഒരു വലിയ മാധ്യമമാണ് അത് സംഭാഷണത്തിന് തയ്യാറെടുക്കും. നീണ്ട സംഭാഷണങ്ങൾ നടത്താൻ ഈ കലയെ ഉപയോഗിക്കാൻ അറിയാം. അതിന്റെ നർമ്മം വിടാതെ, അതിന്റെ പ്രസക്തി വിടാതെ. അതാണ് ചാലഞ്ച്. അതുകൊണ്ടാണ് ഈ ഗ്രാഫിക് നോവൽസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ പോപ്പുലർ ആവുന്നത്. അത് തന്നെ, അതാണ് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഈ ഗ്രാഫിക് നോവലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടൊക്കെ ഈ നമ്മുടെ സംഭാഷണത്തിന്റെ അവസാനത്തെ ചോദ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നത് ഈ ഗ്രാഫിക് ഭാഷ അല്ലെങ്കിൽ കാർട്ടൂണിൻ്റെ ഭാഷ എന്നത് പുതിയ കാലത്തിൻ്റെ ഭാഷയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെയുടെ ഭാഷ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഇന്നിൻ്റെ തന്നെ ഭാഷയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രദർശനം അബുവിനെ കണ്ട് ശീലിച്ച, അതായത് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർ, അവരല്ലല്ലോ ഈ അബുവിൻ്റെ സത്യത്തിൽ ഈ പ്രദർശനം കാണേണ്ടതും പരിചയപ്പെടേണ്ടതും ചെറുപ്പക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അബുവിനെ പോലെയുള്ളവരെ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തുവാൻ ഈ പ്രദർശനം, ഇപ്പോൾ എറണാകുളത്ത് ദർബാർ ഹാളിൽ നടക്കുന്ന പ്രദർശനം, ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ സഞ്ചരിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. അതെ, ഉറപ്പായിട്ടും അങ്ങനെ ആകേണ്ടതാണ്. പിന്നെ അവിടെ തന്നെ വരുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കണ്ടറിയാം. അവർ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ സന്ദർഭമൊക്കെ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്കൊക്കെ ഏതാണ്ട് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് കുട്ടികൾ ഗൂഗിൾ ചെയ്തൊക്കെ പിടിക്കും, ഒരു ടാഗ് ബോർഡ് കിട്ടിയാൽ. അപ്പൊ അവര് മനസ്സിലാവും അത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പോകണം. പിന്നെ രാഷ്ട്രീയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് കാണുകയും കൂടി വേണം. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർ. കേരളത്തിൽ ഒരുപാട് രണ്ടാം നിര 3ാം നിരയിലൊക്കെയുള്ള യുവാക്കളൊക്കെ ഉണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അവരൊന്ന് കാണുന്നത്. അതെ. അല്ല, ഇതിന്റെ ഈ അബുവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി മേഖലയായിരുന്നു ഡൽഹിയിൽ, അതുപോലെ തന്നെ കൽക്കറ്റ, ബോംബെ, പൂനെ, മദ്രാസ്, ഇവിടെ എല്ലാം കാർട്ടൂൺ, എസ്പെഷ്യലി മഹാരാഷ്ട്രയും തമിഴ്നാട്ടിലൊക്കെ കാർട്ടൂണുകൾക്ക് വലിയ പേരുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഈ കാർട്ടൂൺ പ്രദർശനം ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുന്ന ഒരു ഈ കൊല്ലത്തിൽ, ഈ 2024 സഞ്ചരിക്കും എന്നുള്ള വലിയ പ്രത്യാശയോടു കൂടിയാണ് ഞാൻ ഈ 40 മിനിറ്റിൽ താഴെ നിൽക്കുന്ന ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദില്ലി ദാലി EP ഉണ്ണി. Thank you, Gopal. Thank you.